നമസ്കാരം. കുടുംബ രാഷ്ട്രീയം എന്നത് സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരമൊരു രാഷ്ട്രീയ ആവർത്തനത്തെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് വിവരമാണ് പങ്കുവെക്കുന്നത്. കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്ക് കരിങ്ങോഴക്കൽ തറവാടുമായുള്ള ബന്ധം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അവിടെ നിന്ന് മറ്റൊരാൾ കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക്, പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ. ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു. അത് സംബന്ധിച്ച പ്രാഥമിക കൂടിയാലോചനകൾ പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് കേരള കോൺഗ്രസ് എം കേന്ദ്രങ്ങളിലെ സോഴ്സുകളെ ഉദ്ധരിച്ച് നമുക്ക് വിവരം ലഭ്യമായിരിക്കുകയാണ്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ തദ്ദേശ സ്ഥാപനം പാലാ നഗരസഭയാണ്. എന്തെല്ലാം വിമർശനങ്ങൾ ഉണ്ടെങ്കിലും പാലാ നഗരസഭ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയ സ്വാധീന ശക്തിയുള്ള മേഖല തന്നെയാണ്. പാലാ നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ കാര്യത്തിൽ 2 തിരിച്ചടികൾ കഴിഞ്ഞ തവണയൊക്കെയായി അവർ നേരിടുന്നുവെങ്കിൽ കൂടിയും ആകെയുള്ള 26-ൽ 11 കഴിഞ്ഞ തവണ വിജയിച്ചിരുന്നവരാണ് പാലാ നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പാലാ നഗരസഭയിലെ ഒരു വാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിക്കുക എന്താണ് ഇപ്പോഴത്തെ ആലോചന. കെ എം മാണി, അതിനുശേഷം ജോസ് കെ മാണി, ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ജൂനിയറും KSCയിൽ സജീവമായി രംഗത്ത് വന്നിരുന്നു. അതിനിടെയാണ് ഇതേ കുടുംബത്തിൽ നിന്ന് തന്നെ നിഷ ജോസ് കെ മാണിയും സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നത്. വനിതയാണ് എന്നത്, പക്ഷെ അതേസമയം കുടുംബ രാഷ്ട്രീയം എന്ന തിരിച്ചടിയെ അവർ തന്നെ ഭയക്കുന്നുണ്ട്. പക്ഷേ അത് വലിയ തദ്ദേശ സ്ഥാപനമായതുകൊണ്ട് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകില്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുള്ള പ്രത്യേകത, കേരള കോൺഗ്രസുകളെ പൊതുവിലെടുക്കുമ്പോൾ പല കഷ്ണങ്ങളാണല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ MLA മാരും തദ്ദേശ ജനപ്രതിനിധികളുമുള്ള പാർട്ടി ഇപ്പോഴും കേരള കോൺഗ്രസ് എം ആണ്. UDF-ൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് അവർ യഥാർത്ഥത്തിൽ LDF-ൽ എത്തുന്നത്. അതിനിടെ പല രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുന്നുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ചു. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് അവർ UDF-ൽ എത്തുക എന്നൊരു സാധ്യതയില്ല എന്താണ് പ്രധാനമായും കാണേണ്ടത്. കേരള കോൺഗ്രസ് എമ്മിന്റെ അണികളെ സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവായി പറയുന്ന ഒരു കാര്യം, അണികൾക്ക് UDF മനസ്സാണ്. പക്ഷേ അതേസമയം നേതാക്കൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ അവർ 2ലേക്ക് വോട്ട് ചെയ്യും. ഇതാണ് അവരുടെ ഒരു രാഷ്ട്രീയ സവിശേഷത. LDF-ൽ പോയപ്പോഴും അണികൾ മാനസികമായി UDF-ലാണ്. അതേസമയം അവരുടെ വൈകാരിക ബന്ധം അനുസരിച്ച്, ഓരോ പ്രത്യേകതകൾ അനുസരിച്ച് പ്രാദേശികമായി വോട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമോ കടുത്തുരുത്തിയിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം ഇതുവരെ നീങ്ങിയില്ല. ഈ 2 മണ്ഡലത്തിലും ശക്തിയുള്ള പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ് എം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പാലാ കഴിഞ്ഞ തവണ ജോസ് കെ മാണിയെ ചതിച്ചു. കടുത്തുരുത്തിയും എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന, കരകയറാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ലതാനും. അദ്ദേഹം എവിടെ മത്സരിക്കുന്നു എന്ന രാഷ്ട്രീയ ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നു. അതിനിടെ നിഷ ജോസ് കെ മാണി കൂടി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, എന്ത് ഫലമുണ്ടാക്കും എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ ഇങ്ങനെ സജീവമായ ഒരു ആലോചന, പ്രാഥമികമായ ഒരു ധാരണയുണ്ടായിരിക്കുന്നു. പാലാ നഗരസഭയിൽ അധ്യക്ഷ പദവിയിലേക്കടക്കം നിഷ ജോസ് കെ മാണിക്ക് എത്താൻ കഴിയും. LDF ഇപ്പോൾ ഭരിക്കുന്നു. അവിടെ ചില വിവാദങ്ങൾ പ്രാദേശികമായി അവിടെ ഉണ്ടായിരുന്നു. LDF-ന് തലവേദനയായ ബിനു പുളിക്കക്കണ്ടത്തിന്റെ ആഭ്യന്തര കലഹമൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയ വിവാദവും ചർച്ചയും ഒക്കെയായി മാറിയതാണ്. അങ്ങനെ പാലാ നഗരസഭ എന്നത് രാഷ്ട്രീയമായി പല കാരണങ്ങൾ കൊണ്ട് വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയതാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനത്തിലേക്ക് വൈകാതെ തന്നെ കേരള കോൺഗ്രസ് എത്തും. ഒപ്പം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ സീറ്റുകൾ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സീറ്റുകൾ LDF-നോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുക, അങ്ങനെ നിലനിൽക്കുക, അങ്ങനെ ഒരു ബാർഗെയിൻ ഉള്ള കരുത്തുള്ള രാഷ്ട്രീയ ശക്തിയാണ് എന്ന നിലയിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം നൽകാൻ പരമാവധി പരിശ്രമിക്കുക എന്നതൊക്കെയാണ് കേരള കോൺഗ്രസിന്റെ ഐഡിയ ആയി നിൽക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെയായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്നത്. കേരള കോൺഗ്രസുകളുടെ രാഷ്ട്രീയ നിലനിൽപ്പും തുടർച്ചയും ഒക്കെ തീരുമാനിക്കാൻ പോകുന്ന, അവരുടെ ഐഡന്റിറ്റി, നിലനിൽപ്പ്, തുടർച്ച എന്നത് തീരുമാനിക്കാൻ പോകുന്ന ഒരു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനിടെയാണ് കരിങ്ങോഴക്കൽ തറവാട്ടിൽ നിന്ന് മറ്റൊരാൾ കൂടി, അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയം എന്നടക്കമുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നേക്കാമെങ്കിലും കൗതുകമുള്ള വളരെ സുപ്രധാനമായ ഒരു വിവരവും വാർത്തയുമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. വീണ്ടും കാണാം.